നിങ്ങൾ വൺസ് ഒരു എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം വലിയ എയർപോർട്ട്, ഇപ്പൊ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുറെ ഓടണമല്ലോ, 5-6 കിലോമീറ്റർ ഓടിയാലല്ലേ എത്തുള്ളൂ എവിടെയെങ്കിലുമൊക്കെ. ഇത് ഏത് ബേയിലാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ഓൾറെഡി ഇറ്റ് ഈസ് എ കൺട്രോൾഡ് എൻവയൺമെന്റ്. നമ്മൾ ത്രൂ ഔട്ട് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി വെൻ വി ആർ ഫ്ലൈയിങ് വി ആർ ഓൾവേസ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ്. ഇപ്പോൾ കൊച്ചിനിൽ ടേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ വി ടോക്ക് ടു കൊച്ചിൻ ഗ്രൗണ്ട്. ATCയിൽ ഇരിക്കുന്ന ഒരു ടീം ഓഫ് പീപ്പിൾ ഇസ് നോൺ ആസ് കൊച്ചിൻ ഗ്രൗണ്ട് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനാണ്. നമുക്ക് സ്റ്റാർട്ട് പോലും ചെയ്യണമെങ്കിൽ വി ഹാവ് നീഡ് പെർമിഷൻ ഫ്രം ദം. ഓക്കെ. ഇപ്പോൾ കൊച്ചിൻ ഗ്രൗണ്ടിനെ വിളിച്ച് നമ്മൾ ഈ ബേയിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്, പ്രഷർ ഇത്രയാണ്, ഇത്രയും പാസഞ്ചേഴ്സ് ഓൺ ബോർഡാണ്, അവരുടെ സെക്യൂരിറ്റി പോലും തീർന്നു എന്ന് നമ്മൾ അവിടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ അവർ നമുക്ക് തരത്തുള്ളൂ. ശരി. സോ ആസ് ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്, വൺസ് യു ലാൻഡ് ഇൻ ബാംഗ്ലൂർ, every decision, every instruction is given by the ATC controller. Left to right തിരിയാൻ പോലും അവർ പറയും. നമ്മുടെ പണി അവിടെ ഇരുന്നിട്ട് ടു കംപ്ലൈ ദ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അത്രയും എയർക്രാഫ്റ്റുകൾ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കിനും അതിന് മാത്രം ആൾക്കാർ ATCയിൽ ഉണ്ടാവുമോ? Yeah, they are very proficient people. ആണല്ലേ? Yeah, it's a high workload environment, but they are proficient to do such things. Okay.